മുസ്ലിം മേയർ എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ഫസ്റ്റുകൾ പുള്ളിക്ക് അട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് ദ ഫസ്റ്റ് മുസ്ലിം മേയർ, ദ ഫസ്റ്റ് ആഫ്രിക്കൻ ബോൺ മേയർ, ദ ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ മേയർ, യങ്ങസ്റ്റ് മേയർ, ഇങ്ങനെ ഒരുപാട്. പിന്നെ 69 ശേഷം മറ്റോ ഏറ്റവും കൂടുതൽ ടേൺ ഔട്ട് ഉണ്ടായ ഇലക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ നമ്പർ 1 ഉണ്ട് പുള്ളിയുടെ. ഖുർആൻ ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഫസ്റ്റ് മാൻ ഇൻ US എന്ന് പറയാവുന്ന ഒരാൾ. ന്യൂയോർക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അമേരിക്കയിൽ തന്നെ അങ്ങനെ ആദ്യത്തെയാണ്. അങ്ങനെ കുറേ ഫസ്റ്റുകളുടെ ഭാരമായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട്, എന്താണ് ഫെയർ ഫ്രീ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട്, പിന്നെ ഈ ഗ്രോസറി, പബ്ലിക് ഗ്രോസറി, പിന്നെ യൂണിവേഴ്സൽ ചൈൽഡ് കെയർ, പിന്നെ എല്ലാറ്റിനെയും കൂട്ടി പിന്നെ അഫോർഡബിലിറ്റി. അപ്പോൾ ഇത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അപ്പോൾ യൂണിവേഴ്സൽ ചൈൽഡ് കെയർ എന്ന് അദ്ദേഹം വെക്കുന്ന ആ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്ന എന്തിനാണ്? അവിടെ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ 10,000 ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട്. അവർ കൂടെ തൊഴിലെടുത്താലേ അവർക്ക് കുടുംബം പോറ്റാൻ പറ്റുള്ളൂ. അപ്പം ഭാര്യയും ഭർത്താവും രണ്ടുപേരും, പിന്നെ സിംഗിൾ മദേഴ്സും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവർ തൊഴിലിന് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ആ കുഞ്ഞുങ്ങളുടെ ചൈൽഡ് കെയർ എന്നുള്ള എഗൻ അവർക്ക് വലിയൊരു ചിലവാകുന്നു. അതുകൊണ്ട് പബ്ലിക് ചൈൽഡ് കെയർ സിസ്റ്റം, അതേമാതിരി പബ്ലിക് ഗ്രോസറീസ്, പിന്നെ ഈ പറയുന്ന യാത്രയ്ക്കുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട, അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മൂന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങാണുള്ളത്. അത് ആദ്യത്തേതാണ് കഴിഞ്ഞത്, പ്രൈവറ്റ്, എന്ന് വെച്ചാൽ അവിടുത്തെ അർദ്ധരാത്രി നേരം വെച്ചാൽ പുതിയ ജനുവരി 1 പറക്കുന്ന സമയത്ത്. അത് നടന്ന എവിടെയാണെന്നറിയോ? അവിടുത്തെ സിറ്റി ഹാളിൻ്റെ താഴെയുള്ള സബ്വേ സ്റ്റേഷനിലാണ്. സബ്വേ സ്റ്റേഷനിൽ 40-40 കൊല്ലമായി അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ മനുഷ്യൻ്റെ ഈ തുടക്കം മുതലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സിംബോളിസമാണ്. നിരവധി സിംബോളിസം ഇദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങളിൽ, പ്രസംഗങ്ങളിൽ, പിന്നെ ഫ്ലയറുകളിൽ, ഗ്രാഫിറ്റികൾ, എല്ലാറ്റിലും കാണാം. ആ ഒരു സിംബോളിസം ഇതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് സിറ്റി ഹാളിൻ്റെ മെട്രോ സ്റ്റേഷൻ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ന്യൂയോർക്കിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിംബമാണത്. അതിലേറ്റവും വലിയൊരു സിമ്പലാണത്. കാരണം ഒരു കാലത്ത് ഏറ്റവും തിരക്കേറിയ സാധാരണക്കാരായ തൊഴിലാളികൾ അവരുടെ തൊഴിലിടങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്ന ഒരു ഇടമാണ് ആ സബ്സ്റ്റേഷൻ, ഭൂമിക്കടിയുള്ള ആ സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത്. സിറ്റി ഹാളിൻ്റെ താഴെയുള്ള സബ്സ്റ്റേഷൻ അത് ഉപയോഗിക്കുന്നു വർഷങ്ങൾ, 10-15 വർഷമായി അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ മനുഷ്യൻ അർദ്ധരാത്രി പോയിട്ട് സത്യപ്രതിജ്ഞ നടത്തുന്നത്. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് ആദ്യം എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? അവിടുത്തെ മൈക്ക് ഫ്ലിൻ എന്ന് പറഞ്ഞിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയെ, പൊതുഗതാഗതത്തിൻ്റെ ചുമതലയുള്ള ആളെയാണ് ആദ്യമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. മംദാനി ഫ്യൂ മിനിറ്റ്സ് പ്രസംഗിക്കുന്നു, പിന്നെ ഈ ഫ്ലിന്നാണ് പ്രസംഗിക്കുന്നത്. ഫ്ലിൻ പറയുന്നത് എന്താണ്? നോക്കൂ, ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് അതിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, മെട്രോസാണ്, ഓവർ ബ്രിഡ്ജസാണ്, അതിൻ്റെ പാലങ്ങളാണ്. അപ്പോൾ അത് ഏറ്റവും അഫോർഡബിളായിട്ട്, ഏറ്റവും പക്കയായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നെ സഹറാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ പണി ഞാൻ ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ചുമതലയുള്ള സെക്രട്ടറിയെ പ്രഖ്യാപിക്കുകയും അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്യുന്നതാണ്. ഈ ഒന്ന് ഹൈലി ഫോക്കസ്ഡ് ആണ്. ആ ഫോക്കസിനനുസരിച്ചുള്ള സിംബോളിസം എല്ലാറ്റിലും ഈ മനുഷ്യൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഖുർആൻ 3 സത്യപ്രതിജ്ഞയുണ്ട്. 3 സത്യപ്രതിജ്ഞയിലും 3 ഖുർആൻ, വ്യത്യസ്ത ഖുർആനാണ് ഉപയോഗിക്കുന്നത്. അതിലൊന്ന് ഇങ്ങരുടെ സൊഹറാൻ്റെ ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ച വർഷങ്ങൾ പഴക്കമുള്ള ഖുർആൻ. മറ്റൊരു ഖുർആൻ അത് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയൻ ആർതർ ഷോംബർഗ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ദ ഫാദർ ഓഫ് ബ്ലാക്ക് ഹിസ്റ്ററി എന്നാണ്. ഈ മനുഷ്യൻ ഒരു ബ്ലാക്ക് ഹിസ്റ്റോറിയനാണ്, ബ്ലാക്ക് കൾച്ചറൽ ആക്ടിവിസ്റ്റാണ്. ഇവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവർ ടീച്ചർ പറഞ്ഞു, ഈ നീഗ്രോകൾക്ക് ചരിത്രവും സംസ്കാരവും ഒന്നുമില്ല, അവർക്ക് ഭൂതകാലമില്ലാത്ത മനുഷ്യരാണെന്നുള്ളൊരു പ്രയോഗം നടത്തി. അത് ഈ കുട്ടി ആർതർ ഷോംബർഗിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. പിന്നെ ഈ മനുഷ്യൻ തൻ്റെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീഗ്രോസിൻ്റെ, ബ്ലാക്കിൻ്റെ ഹിസ്റ്ററിയും അവരുടെ ചരിത്രവും അവരുടെ സംസ്കാരവും അതുമായി ബന്ധപ്പെട്ട രേഖകളും സംഗതികളും എല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിൽ ഇദ്ദേഹം കണ്ടെത്തിയ ബ്ലാക്ക് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട, ബ്ലാക്ക് കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ സെക്ഷൻ തന്നെയുണ്ട് ഈ മനുഷ്യൻ്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്ത. അവിടെ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഖുർആൻ ആ ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. സൊഹറാൻ അവിടെ പോയിട്ട് അത് ലെൻഡ് എടുക്കുകയാണ്. നിങ്ങൾ എനിക്കിത് 3 ദിവസത്തേക്ക് തരണം, എനിക്ക് ഈ സത്യപ്രതിജ്ഞ ഉപയോഗിക്കണം. ആ ഖുർആൻ്റെ പ്രതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഖുർആൻ എടുക്കുന്നത് മാത്രമല്ല, അത് എടുക്കുന്നതിൽ എഗൻ ഒരു സിംബോളിസം. അത് ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ന്യൂയോർക്കിലെ ദശലക്ഷക്കണക്കിന് വരുന്ന ബ്ലാക്ക് പീപ്പിളുണ്ട്. അവരുടെ ചരിത്രത്തോട്, അവരുടെ സംസ്കാരത്തോട് ഇദ്ദേഹം കൺവേ ചെയ്യണം. അതാണ് ഈ മനുഷ്യൻ്റെ ഒരു മാജിക്കൽ കണക്ട് എന്ന് പറയുന്നൊരു സാധനം. ഓരോ നീക്കത്തിലും, ഓരോ അനക്കത്തിലും.
ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട് ഈ കൾച്ചറൽ സ്റ്റഡീസിൽ. ഇപ്പോൾ പുള്ളി ഫ്ലയറിൽ ഉപയോഗിക്കുന്ന കളറ്, ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, ഭാഷ, പദപ്രയോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഓരോ കാര്യത്തിലും അതിൻ്റെ സിംബോളിസം അതിൻ്റെ മാക്സിമത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യപ്രതിജ്ഞയിലും ആ ഒരു മാജിക്കൽ ടച്ച് കൊണ്ടുവരികയാണ്. പക്ഷേ ഇന്നു മുതൽ ഇതൊക്കെ കഴിഞ്ഞു, പിന്നെ മേയർ ഇലക്ഷനും ക്യാമ്പയിനും ഒക്കെ കഴിഞ്ഞു. ഇന്നു മുതൽ പുള്ളി മേയറാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ അധിവസിക്കുന്ന ഒരു നഗരത്തിൻ്റെ മേയറാണ്. ലോകത്ത് 36 രാജ്യങ്ങളുടെ നാഷണൽ ബജറ്റിനേക്കാൾ വലിയ ബജറ്റാണ് ഈ സിറ്റി കോർപ്പറേഷൻ്റെ ബജറ്റ് എന്ന് പറയുന്നത്. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ബജറ്റുള്ള ഒരു ഇതാണ്. ഈ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ ആയിട്ട് അദ്ദേഹം എഫോർഡബിലിറ്റി. ഈ എഫോർഡബിലിറ്റിയെക്കുറിച്ച് ഈ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് പറയുന്നുണ്ട് അഫോർഡബിലിറ്റി ദാറ്റ്സ് എ ന്യൂ ഫാഷൻ വേർഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ട്രംപ് പ്രസംഗങ്ങൾ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കൻ പൊളിറ്റിക്സിൽ പുതിയ വാക്കാണ് അഫോർഡബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ട്രംപും ആ വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഫോർഡബിലിറ്റി എന്ന് പറയുന്നൊരു പ്രയോഗം നമ്മുടെ പൊളിറ്റിക്സിൻ്റെ അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അത് പ്രാക്ടീസ് ചെയ്യണം. അത് നിസ്സാര പരിപാടിയല്ല. പ്രാക്ടീസിന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ട്രംപ് എണ്ണം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡീഫണ്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നിലക്കുള്ള സഹകരണം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ടതില്ല. പിന്നെ ഒരുമിച്ചിരുന്നു, ഒരുമിച്ചിരുന്ന് കൈ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂയോർക്ക് എന്ന് പറയുന്നൊരു സിറ്റിയാണ്, പക്ഷെ ന്യൂയോർക്ക് എന്ന് പറയുന്നൊരു സ്റ്റേറ്റും കൂടെയാണ്. ആ ന്യൂയോർക്ക് സ്റ്റേറ്റ് ഈ പല കാര്യങ്ങൾക്കും പല നിയമനിർമ്മാണങ്ങൾക്കും പല നടപടികൾക്കും ന്യൂയോർക്ക് സ്റ്റേറ്റ് കൗൺസിലിൻ്റെ കൂടെ അപ്രൂവൽ ആവശ്യമുള്ള പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ അവിടെ ന്യൂയോർക്ക് സ്റ്റേറ്റ് പിന്നെ എന്താണ് ഒരു ഹോക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ലേഡിയാണ്, ഡെമോക്രാറ്റ് തന്നെയാണ്. അടുത്ത വർഷം എങ്ങനെ അവർ ഇലക്ഷനെ നേരിടാൻ പോവുകയാണ്. അപ്പോൾ സിറ്റി ലെജിസ്ലേഷനും കൂടെ സഹകരിച്ചാലേ സ്റ്റേറ്റ് ലെജിസ്ലേഷനും കൂടെ സഹകരിച്ചാലേ സിറ്റിയുടെ ഭരണത്തിൽ കാര്യങ്ങൾ എളുപ്പമാകുള്ളൂ. അപ്പോൾ ന്യൂയോർക്ക് സ്റ്റേറ്റ് അവിടെയുണ്ട്, ഫെഡറൽ ഗവൺമെൻറ് ഉണ്ട്, അവരൊക്കെ അങ്ങനെ പെരുമാറും. എല്ലാറ്റിലും ഉപരി ന്യൂയോർക്ക് എന്ന് പറയുന്നത് ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതർ അധിവസിക്കുന്ന നഗരമാണ്. ഈ ഇൻ്റർനാഷണൽ ജൂയിഷ് ലോബിയുടെ അവരുടെ എന്താണ് ഫണ്ടുകൾ ജനറേറ്റ് ചെയ്യുന്ന എക്കണോമിക് പവർ ഹൗസുകൾ അത് ഈ നഗരത്തിലാണുള്ളത്. ഈ പറയുന്ന ധനാഢ്യന്മാരുടെ ക്ലബ്ബുകൾ, കോക്കസുകൾ, അവരെങ്ങനെയാണ് ഈ മനുഷ്യനോട് സിറ്റി ഭരണകൂടത്തോട് പെരുമാറുന്നൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മനുഷ്യൻ പ്രത്യക്ഷമായി ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ട് ഇലക്ഷനെ നേരിടുകയും വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ന്യൂയോർക്കിൻ്റെ പെൻഷൻ ഫണ്ടുണ്ടല്ലോ, ഈ പെൻഷൻ ഫണ്ട് പിന്നെ ഇസ്രായേലി ബോണ്ടുകൾ നിക്ഷേപിക്കുകയാണ് അവിടുത്തെ വർഷങ്ങളായിട്ടുള്ള പതിവ്. ആ പരിപാടി ഇനി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊക്കെ സാമ്പത്തിക രംഗത്ത് തന്നെ ഇസ്രായേലുമായിട്ട് നേരിട്ട് കോൺഫ്രണ്ട് ചെയ്യുന്ന നിലപാടുകളാണ്, സമീപനങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ജൂയിഷ് ലോബി, സയനിസ്റ്റ് ലോബി എങ്ങനെയായിരിക്കും പെരുമാറുക? അവർ ഏതൊക്കെ നിലക്ക് ഇങ്ങേരെ അട്ടിമറിക്കാൻ, ഇങ്ങേരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും? ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിനെല്ലാം മറികടന്ന് ഇദ്ദേഹം പെർഫോം ചെയ്യുമോ എന്നുള്ളതാണ് കാണേണ്ടത്. പിന്നെ പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ അദ്ദേഹം എന്താണ് നേടേണ്ടത് നേടിക്കഴിഞ്ഞു. എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ഗുരുത്വാകർഷണ കേന്ദ്രമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. ഒരു സെൻട്രിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന, നോക്കൂ, ഈ ഡെമോക്രാറ്റ് പാർട്ടിയിൽ സെൻട്രിസ്റ്റുകളുണ്ട്, ഈ പറയുന്ന മംദാനിയുടെ ലൈൻ സ്വീകരിക്കുന്ന പ്രോഗ്രസീവ്സ് ഉണ്ട്, അപ്പുറത്ത് സെൻട്രൽ റൈറ്റ് എന്ന് പറയുന്ന നമുക്ക് ഇസ്രായേലുമായിട്ടൊക്കെ അങ്ങ് പോകാം എന്ന് അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ട്. അങ്ങനെയല്ല, നോക്കൂ, നിങ്ങൾ ഡെമോക്രാറ്റ് പാർട്ടിയാണ്. ഇതേ സംഘർഷം നമുക്ക് ഇന്ത്യയിൽ കോൺഗ്രസിനകത്ത് കാണാൻ പറ്റും. നമ്മൾ എടുക്കേണ്ട പൊസിഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യതയാണ് സൊഹ്റാൻ മംദാനി വരുത്തിയിരിക്കുന്നത്. നമ്മൾ ഇസ്രായേലിനെ താങ്ങി ചൊറിഞ്ഞ് അവർക്ക് അവരുടെ തോളിൽ തലയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതായത് നല്ലത് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രഹരമാണ് സൊഹ്റാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ രാഷ്ട്രീയ ലൈൻ ഇതാണ്, അത് പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ലൈനാണ് എന്ന് കൃത്യതയിൽ സൊഹ്റാൻ പറഞ്ഞു, അത് സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പൊളിറ്റിക്കൽ കോഴ്സ്, ഫ്യൂച്ചർ പൊളിറ്റിക്കൽ കോഴ്സ് അതെന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് സൊഹ്റാൻ മംദാനിയുടെ തെരഞ്ഞെടുപ്പോടുകൂടി നടന്നിരിക്കുകയാണ്. ആ നിലക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ ഈ മനുഷ്യൻ എങ്ങനെ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ കാണേണ്ടതാണ്.